വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചായിരിക്കുന്നത്. ആ കൈകളൊന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഇത് ദൈവ സാന്നിധ്യത്തിൻ്റെ വർഷമാണെന്ന് പറഞ്ഞേ. ദൈവസാന്നിധ്യത്തിൻ്റെ വർഷമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ വളരാനായി പോകുന്നു. ആ കൈകളൊന്നും അടിച്ചില്ലല്ലോ, രാമയും പറഞ്ഞില്ലല്ലോ. ദൈവസാന്നിധ്യം എവിടെയെല്ലാം വരുന്നോ, വേദവസം പറയുന്നത് ഇൻ ഹിസ് പ്രസൻസ് ഫുൾനെസ് ഓഫ് ജോയ്. അവൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. നിങ്ങളുടെ സന്തോഷത്തിന് എന്താണോ പരിപൂർണമാകാത്ത കാരണമുള്ളത്, അതിനെല്ലാം സാന്നിധ്യം വന്നതോടുകൂടെ എല്ലാം പൂർണ്ണമാകും. ഒത്തുകൂടെ ചുണയായിട്ട് കൈ അടിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആത്മീയ ആഴങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവിക ദർശനങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. ഒരു പതി കൂടെ ആത്മീയ ബോധ്യങ്ങളിൽ വർദ്ധിക്കാൻ പോകുന്നു. സഭയുടെ അടുത്തൊരു നിലവാരത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടക്കാൻ പോകുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർ കർത്താവിനെ അടിച്ച് ആരാധിച്ചോട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിന് നന്ദി പറയാം. ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഫെലോഷിപ്പിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ്. ഇത് കുറച്ച് ആഴമേറിയ കാര്യമാണ്. ആത്മീയമായി വളരേണ്ടവർക്ക് മാത്രം പ്രയോജനം ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഞാനിത് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, ഇത് ലിറ്ററലി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് പകൽ അനുഭവിക്കാൻ തക്കവണ്ണം ഇടയാണ്. ഞാൻ വലിയ എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് പ്രസംഗിക്കുന്നത്. കാരണം ഒരു കൂട്ടം ആളുകൾ അടുത്ത നിലവാരത്തിലേക്ക് ആത്മീയമായി കയറാൻ പോകുന്നു. നോ ഡൗട്ട്. എനിക്ക് ഈ മീറ്റിംഗ് കഴിയുമ്പോഴേക്കും ഒരു കാര്യം അറിയാം, നിങ്ങളിൽ പലരും ദർശനങ്ങളിലേക്ക് വന്നു കാണും. നിങ്ങളിൽ പലരും സന്ദർശനങ്ങൾ അനുഭവിച്ചു കാണും. നിങ്ങളിൽ പലരും വേറൊരു വ്യത്യസ്ത അനുഭവങ്ങളിലേക്ക് കടന്നു കാണും. നിങ്ങളങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ ഇത് ചേർന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് സൂപ്പർ നാച്ചുറലായ ഫെലോഷിപ്പിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പഠിച്ചത് നിങ്ങൾ ഓർമ്മിക്കുന്നു. യേശു ഈ ലോകത്തിൽ വന്നതിന് ഒരു വലിയ ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ ഉദ്ദേശം എന്ന് പറയുന്നത് പിതാവുമായുള്ള കൂട്ടായ്മ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. എന്നതായിരുന്നു യേശു ഈ ലോകത്തിൽ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു? പിതാവുമായിട്ടുള്ള കൂട്ടായ്മ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്നെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. മനുഷ്യൻ ആ കൂട്ടായ്മയിൽ നിന്നാണ് അകന്നുപോയത്. അകന്നുപോയ മനുഷ്യനെ റെക്ടിഫൈ ചെയ്യാനാണ് അല്ലെങ്കിൽ അവനെ ക്രമീകരിച്ച് ആ അകന്നുപോയ ആളെ ദൈവവുമായി അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് യേശു വന്നത്. യേശു വന്നത് എന്തിനാണെന്ന് നമുക്ക് നന്നായി അറിയാം. പക്ഷേ യേശു വന്നത് ദൈവവുമായി അടുപ്പിക്കാനാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ കൂട്ടായ്മ ബന്ധം നിന്നുപോയി. നമ്മൾ പലപ്പോഴും കൂട്ടായ്മയെ ആചരിക്കാറില്ല. നമുക്ക് കൂട്ടായ്മയുള്ളത് പലപ്പോഴും, കൂട്ടായ്മ ഉണ്ടെന്ന് തോന്നുന്നത് പലപ്പോഴും പ്രാർത്ഥനയാണുള്ളത്. നമ്മൾ യേശുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ കൂട്ടായ്മയെ ആചരിക്കേണ്ടതിന് തന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ക്രിസ്തീയ വിശ്വാസികളിൽ കൂടുതൽ പേർക്കും അങ്ങനൊരു അറിവ് വാസ്തവത്തിലില്ല. പിതാവിനോട് ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ മനസ്സിന്ന് പോകാതെ എഴുതി വയ്ക്കാൻ പറ്റുന്നവർ എഴുതി വയ്ക്കാം. പിതാവിനോട് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം തരുന്നത് പോലും പരിശുദ്ധാത്മാവാണ്. നിങ്ങളതിനെ കൈയടിച്ചതുപോലുമില്ല. ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. പിതാവിനോട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ചോദിച്ചാൽ അതിനെ എനിക്ക് ഉത്തരം തരുന്നത് പരിശുദ്ധാത്മാവാണ്. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ തലയിലുള്ളത്. ദൈവമാണ് തരുന്നതെന്നാണ്. ദൈവമാണ് തരുന്നത്, സംശയമൊന്നുമില്ല. യേശുവാണ് തരുന്നത് അങ്ങനെയാണ്. പക്ഷേ നമ്മൾ അറിയേണ്ടത്, ലിറ്ററലി ശരിയായ വിധത്തിൽ മനസ്സിലാക്കേണ്ടത്, പിതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന സകലത്തിന് ഉത്തരം തരുന്നത് ആരാ? പരിശുദ്ധാത്മാവാ. ആ പരിശുദ്ധാത്മാവിനെയാണ് വാസ്തവത്തിൽ നമുക്ക് പരിചയമില്ലാതെ പോയത്. പരിശുദ്ധാത്മാവ് എനിക്ക് വന്നത് യേശുവിന് പകരക്കാരനായിട്ടാണ്. യേശു എങ്ങനെയാണോ ശിഷ്യന്മാരുടെ കൂടെ നടന്നത്, അതുപോലെ ഞാനുമായി കൂട്ടായ്മയെ ആചരിക്കാനാണ് യേശു വന്നത്. യേശു പോയ സ്ഥലത്തേക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചത് യേശു എങ്ങനെയായിരുന്നോ ശിഷ്യന്മാരുടെ കൂടെ ആയിരുന്നത്, അതുപോലെ എന്നോട് നിങ്ങളോട് കൂടെയും ആയിരിക്കാനാണ്. വാട്ട് എ പ്രിവിലേജ് വി ഹാവ്.
ദൈവത്തിൻ്റെ ആത്മാവിനോടൊപ്പം നടക്കാൻ, ദൈവത്തോടൊപ്പം കൂട്ടായ്മ ആചരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയാണ് ഞാനും നിങ്ങളെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറയാം. ഇനി ഞാൻ പേരിട്ടിരിക്കുന്ന മെസ്സേജിന് പേരിട്ടിരിക്കുന്ന സൂപ്പർ നാച്ചുറലായ കൂട്ടായ്മ എന്നാണ്. സൂപ്പർ നാച്ചുറൽ ഫെലോഷിപ്പ്. നമുക്കൊരു വാക്യത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു, ശ്രദ്ധിച്ചു കേട്ടാണ്. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിനെ പ്രത്യക്ഷനായി. അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. എൻ്റെ മുമ്പാകെ നടന്ന്, എല്ലാവരും പറയുക, എൻ്റെ മുമ്പാകെ നടന്ന്. അവിടെ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് വേർഷൻ എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് വേർഡ് എന്ന് പറയുന്നത് ബിഫോർ മീ എന്നാണ്. എൻ്റെ മുമ്പാകെ എന്നതിൻ്റെ അർത്ഥമാണ്. ആ ബിഫോർ മീ എന്ന വാക്കിനെ ശരിയായ ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത് ഇൻ മൈ പ്രസൻസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവം അബ്രഹാമിനോട് പറയുക, യു ബി വിത്ത് മൈ പ്രസൻസ്, എൻ്റെ സാന്നിധ്യത്തിലായിരിക്കുക. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. നമ്മളിത് വായിക്കുമ്പോൾ വളരെ ലഘുവായെന്ന് തോന്നിയാലും വളരെ ആഴമേറിയൊരു കാര്യമാണ് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അബ്രഹാമിനോട് ദൈവം പറയുക, ബി ഇൻ മൈ പ്രസൻസ്, എൻ്റെ സാന്നിധ്യത്തിലായിരിക്കുക. ഞാനിത് അവസാനമേ തൊടത്തുള്ളൂ. എന്നാൽ ആദ്യത്തെ വാചകം ഒന്നുകൊണ്ടൊന്ന് വായിക്കാമോ നിങ്ങൾക്ക്? അബ്രഹാമിന് 99 വയസ്സായപ്പോൾ, നിങ്ങളുടെ കൈ ബൈബിൾ ഉണ്ടെങ്കിൽ എന്നോടൊപ്പം ആ വാക്യങ്ങളൊന്നും എടുത്തേ. 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിനെ പ്രത്യക്ഷനായി. എല്ലാവരും പറഞ്ഞേ, പ്രത്യക്ഷനായി. എൻ്റെ കൂടെ കരമുയർത്തിയിട്ടെന്ന് പറഞ്ഞേ, പ്രത്യക്ഷനായി. ഒരു ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കുക. പ്രത്യക്ഷനായി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വന്ന ചിത്രം എന്താണ്? ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് തോന്നുന്നത് പറയാൻ കേട്ടോ. ജൂലിയ പറഞ്ഞു, മുമ്പിൽ വന്നു വേറൊരാള്. എന്താ പറയാനുള്ളത്? പറഞ്ഞോ. എന്ത് ജോസഫ് സാറേ, എന്താണ് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത്? ഞാനത് വായിച്ചപ്പോൾ വിചാരിച്ചത് ആളിനെ പോലെ മുമ്പിൽ വന്നു നിന്നു. ആളിനെ പോലെ മുമ്പിൽ വന്നു നിന്നു. വേറെ ആർക്ക് പറയാം? ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നി പറയാമോ? പറയട്ടെ. ഒരു പക്ഷേ ഒരു വലിയ പ്രകാശഗോളം ആ മുറി വന്ന് കാണാം. ചില ആളുകൾ ചിന്തിക്കുന്ന ഒരു തീഗോളം മുമ്പിൽ വന്ന് കാണാം. അല്ല, ഒരു മഞ്ഞ് മേഘം കൊണ്ട് നിറഞ്ഞു കാണാം. ഷെക്കേന എന്ന് പറയുന്നത് പലപ്പോഴും ആലയത്തിനകത്ത് വന്നപ്പോൾ പുക നിറഞ്ഞു എന്നാണ് പറയുന്നത്. ഒരു പുക നിറഞ്ഞു കാണാം. എന്താണ് അതവിടെ വ്യക്തമല്ല. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നത് ക്ലിയർ ആണ്. യഹോവ അബ്രഹാമിനെ പ്രത്യക്ഷനായി. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്ര ലഘൂകരിച്ച് സംസാരിക്കുന്നേ. 2 അതിന് 17-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 22-ാമത്തെ വാക്യത്തിലേക്ക് ദൈവം അബ്രഹാമിനോട് അരുൾ ചെയ്തതിനു ശേഷം അവനെ വിട്ട് കയറിപ്പോയി. കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയ കാര്യം, കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പുകയല്ല വന്നിട്ടുള്ളത്, അപ്പോൾ മഞ്ഞും അല്ല വന്നിട്ടുള്ളത്. നിങ്ങളെൻ്റെ കൂടെ എത്തിയോ? ഒരു നല്ല ഹല്ലേലൂയ പറയാം. തീയുമല്ല വന്നിട്ടുള്ളത്. അബ്രഹാമിനോട് പേഴ്സണലിൽ സംസാരിക്കാൻ കഴിയുന്ന ആരോ ഒരാളാണ് വന്നിട്ടുള്ളത്. അല്ല എങ്കിൽ സംസാരിച്ചു തീർന്നതിന് ശേഷം, കണ്ടോ, അബ്രഹാമിനോട് സംസാരിച്ചത് അരുളി ചെയ്തതിന് ശേഷം അവനെ വിട്ട് കയറിപ്പോയി എന്ന് പറയുമെങ്കിൽ വേറൊരാൾ എവിടെ നിന്നോ തൻ്റെ മുറിയിലേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളതാ. നിങ്ങളെന്താ എക്സൈറ്റ്മെന്റ് ഇല്ലാതിരിക്കുന്നേ? നിങ്ങൾ അറിയേണ്ടത്, ഇത് ഈ പുസ്തകത്തിൽ എഴുതിയതിൻ്റെ ഉദ്ദേശമുണ്ട്. ഈ പുസ്തകത്തിൽ എഴുതിയതിൻ്റെ ഉദ്ദേശം, ഒന്ന്, ദൈവത്തിന് എന്നോട് അബ്രഹാമിനോട് ചെയ്തതുപോലെ എന്നോടും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ചിലരെ നോക്കി ഒരു ദൂത് പറയട്ടെ. അരുളപ്പാടുകൾ എന്ന് പറയുന്നത് ഒരു അശരീര പോലെ കേൾക്കുന്ന ചിന്തയാണ് നമുക്കുള്ളതെങ്കിൽ, അബ്രഹാമിനോട് ഇവിടെ എഴുതിയിരിക്കുന്നത് ആളത്വമായി ഇറങ്ങി വന്ന് വ്യക്തിപരമായി സംസാരിച്ചതാണ്. ദൂത് നിങ്ങൾ വിശ്വസിക്കുന്നു? നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെങ്കിൽ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശമാണ്. എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് എന്തെല്ലാം ദൈവം നൽകിയോ അത് മുഴുവൻ അനുഭവിക്കാൻ കൂടെ എനിക്ക് യോഗ്യതയുണ്ട്. സഭകളിൽ നിന്ന് സൂപ്പർ നാച്ചുറലുകൾ വേർതിരിയപ്പെട്ടു. സഭകളിൽ ഇന്ന് പ്രസംഗമുണ്ട്,
ആരാധനയുണ്ട്, പക്ഷെ സൂപ്പർ നാച്ചുറലുകൾ വേർതിരിയപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ദൈവം പ്രത്യക്ഷമാകുക, ദൈവിക അനുഭവങ്ങൾ ഉണ്ടാകുക, അത് പ്രസംഗിക്കുന്നവരുമില്ല, പ്രസംഗിക്കണമെന്ന് ചിന്തയുമില്ല. നിങ്ങൾ അറിയേണ്ടത്, ഇതുപോലുള്ള അസാധാരണത്വം ഇന്നത് ഇവിടെ നിന്ന് മാറ്റിവെച്ചാൽ ഈ കൂട്ടായ്മ ഒരു പ്രസംഗത്തിൻ്റെ സ്ഥലം മാത്രമായി മാറുകയാണ്. ഇത് പ്രസംഗത്തിൻ്റെ വേദിയാകാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. സഭ സൂപ്പർ നാച്ചുറലാണ്. ഞാനിവിടെ ഒരു പാർട്ടി പ്രസംഗം നടത്തുകയല്ല, ഒരു മതപ്രബോധനം നടത്തുകയല്ല, പകരം ജീവിക്കുന്ന ദൈവത്തെ പ്രസന്റ് ചെയ്യുകയാണ്. അബ്രഹാമിനോട് സംസാരിക്കാൻ ഇറങ്ങി വന്നവൻ നിന്നോടും സംസാരിക്കാൻ ശക്തനാണ്. സ്വർഗാദി സ്വർഗങ്ങളിൽ നിന്ന് വിട്ടിട്ട് അവന്റെ അടുക്കൽ വന്ന് സംസാരിച്ച് അവനോട് ഇടവഴുകി തിരിച്ചു കയറിപ്പോയെന്ന് എഴുതിയിരിക്കുന്നുവെങ്കിൽ, അങ്ങനെ നിന്നോട് സംസാരിക്കാനും ഇടപഴകാനും എന്റെ ദൈവം തയ്യാറാണ്. സഭകളിൽ നിന്ന് സൂപ്പർ നാച്ചുറലുകൾ പോയി. ഞാൻ ചിലരെ നോക്കി ദൂത് പറയുക, ചിലർക്ക് അരുളപ്പാടുകൾ ഉണ്ടാകാൻ പോകുന്നു, ചിലർക്ക് ദൈവിക സന്ദർശനങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. നാളെയല്ല ഈ രാത്രിയിൽ, നാളെയല്ല ഈ പകൽ, നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ സംഭവിക്കാൻ പോകുന്നു. അതൊരു കെട്ടുകഥയല്ല. ഒരു പ്രസംഗം കേൾക്കാനാണ് നിങ്ങൾ വന്നതെങ്കിൽ, പ്രസംഗിക്കുന്ന ഞാനും നിങ്ങളും മണ്ടരായിട്ട് എനിക്ക് തോന്നുകയാണ്. സഭകളിൽ ഇങ്ങനെ ഒന്ന് ഇല്ലാതായിപ്പോയി. എന്നാൽ നിങ്ങളും ഞാൻ ഇവിടെ നിൽക്കുന്നത് ജീവിക്കുന്ന ദൈവം ഉണ്ടെന്നും അവൻ എന്നോട് സംസാരിക്കാൻ കഴിയുമെന്നും അവനോട് സാധാരണ വ്യക്തികളെ പോലെ എന്നോട് ഇടപെടാൻ കഴിയുമെന്നും അങ്ങനൊരു ആത്മാനുഭവത്തിലേക്ക് എനിക്ക് വരണമെന്നും അങ്ങനൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനാണ് യേശു വന്നതെന്നും എനിക്ക് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. ഒന്നുകൂടെ പറയുക, അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്തത്, അബ്രഹാമിനോട് അരുളി ചെയ്യാൻ വേണ്ടി ദൈവം ആ മുറിയിലേക്ക്, അവൻ ഇടുന്ന ഇടത്തിലേക്ക് ഇറങ്ങി വന്നു. ഒരു വാക്യം കൂടെ വായിക്കാം, 17 വായിക്കാം. ഉൽപ്പത്തി 17:17. അപ്പോൾ അബ്രഹാം കമണ്ണു വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? ഒന്ന് ശ്രദ്ധിക്കാമോ നിങ്ങൾക്ക് തന്നെ? അബ്രഹാമിന്റെ മുറിയിൽ ആരുണ്ട്? ഉറക്കെ പറ. യേശു ഉണ്ട്. അടുത്തിരിക്കുന്നവരോട് പറ, ഒരു വ്യക്തിയായി ആരടുപ്പം നിൽപ്പുണ്ട്? യേശു ഉണ്ട്. ആ വ്യക്തിയുടെ മുമ്പിൽ എന്ത് ചെയ്തു എന്നാ വീണേ പറഞ്ഞേ? ചിരിച്ചിട്ട് മരിച്ചു എന്ന് പറയത്തില്ലേ? നമുക്ക് ചിരിച്ചിട്ട് ഇരിക്കാൻ പറ്റാതാവുമ്പോൾ ആണ് നമ്മൾ കമണ്ണ് വീഴുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ലേ? ചിരിച്ചിട്ട് സഹിക്കാൻ വയ്യ, ഇരിക്കാൻ പറ്റില്ല, വയറുകൊണ്ട് കുനിഞ്ഞ് കമണ്ണ് വീഴും നമ്മൾ. ഇതാരുടെ മുമ്പിൽ വീണെന്നാ പറഞ്ഞേ? ദൈവത്തിന്റെ മുമ്പിൽ. ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ ചിരിക്കുവോ? ദൈവത്തിന്റെ മുമ്പിൽ ഒന്നേ പാടുള്ളൂ, കരയാനേ പാടുള്ളൂ. നിങ്ങളൊന്നും വേണ്ടത് ദൈവത്തിന്റെ മുമ്പിൽ ചിരിക്കാവോ? നമ്മുടെ മതം നമ്മളെ പ്രബോധിപ്പിച്ചത് ദൈവത്തിന് മുമ്പിൽ കരയാൻ മാത്രമാണ്. ദൈവത്തിന് മുമ്പിൽ ഭക്തി നിർഭരമായി തലയിൽ ഒരു കെട്ടും കെട്ടി ഇരിക്കാനാണ്. പക്ഷെ ഇവിടെ എഴുതി വെച്ചിരിക്കുക, അബ്രഹാം ദൈവം മുമ്പാകെ ചിരിച്ചു എന്ന് പറയുന്ന ദൈവം പറഞ്ഞു കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റാതെ കിടന്ന് ചിരിച്ചെന്ന് എഴുതിയിരിക്കുന്നേ. ഡിഫറെന്റ് കൺസെപ്റ്റ്. നമുക്ക് എവിടുന്നാണ് ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഞാൻ വായിക്കുന്നേ. നിങ്ങളെന്താ കൈയടിക്കാത്ത, ഒരു ആമേൻ പറയാത്ത? കുറച്ചും കൂടെ കയറി പറഞ്ഞ, അങ്ങനെ ചിരിക്കുകയും അങ്ങനെ സംസാരിക്കുകയും ചെയ്യണമെങ്കിൽ അബ്രഹാമിനോട് അത്രയധികം അടുപ്പം ദൈവത്തിനുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ. അങ്ങനെ അടുപ്പം ഉളവാക്കുന്ന ബന്ധങ്ങളിലേക്ക് സഭയും നിങ്ങളും കയറി വരട്ടെ. ഓ ലവ് യു ജീസസ്. അങ്ങനെ അടുപ്പമുള്ള വിധത്തിലേക്ക് എന്തും ദൈവത്തോട് സംസാരിക്കാൻ പറ്റുമെന്ന ആഴമേറിയ ബോധ്യത്തിലേക്ക്
ഞാൻ നിങ്ങളെ മെല്ലെ അങ്ങോട്ട് കൊണ്ടുപോവുക. ഇന്ന് ഞാൻ ഫെലോഷിപ്പ് എന്ന് പറയുന്നതിൻ്റെ ബാലപാഠങ്ങൾ നിങ്ങൾക്കിടും. നിങ്ങൾക്കതിൽ നിന്ന് പണിയാൻ കഴിയുന്ന ഒരു പണിഞ്ഞാട്ടെ. ഞാൻ അടുത്ത ആഴ്ച ഇത് പ്രസംഗിക്കുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ബി സീരിയസ്, ബി സീരിയസ്. ദൈവത്തിന് മുമ്പാകെ ചിരിക്കാൻ പാടില്ലെന്ന് ചിന്തിക്കുന്ന കൺസെപ്റ്റുള്ള വിശ്വാസികളാണ് നമ്മളെല്ലാവരും. ദൈവം നിങ്ങളുടെ മുമ്പിൽ ഇറങ്ങി വന്നാൽ ദൈവത്തോട് നിങ്ങൾ എന്ത് സംസാരിക്കും? നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന ഞാൻ പറയാം, അയ്യോ കർത്താവേ എന്നെ രക്ഷിക്കണേ. That's what you are going to say. ദൈവത്തെ നോക്കിയിട്ട് നിങ്ങൾ പറയുമോ, കർത്താവേ നിന്നെ കാണാൻ എന്തൊരു സൗന്ദര്യമാണെന്ന് പറയുമോ? വായി എന്തോ. പക്ഷെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തെ കണ്ടവരെല്ലാം അവൻ്റെ സൗന്ദര്യം കണ്ടിട്ട് പറഞ്ഞു, വാട്ട് എ ബ്യൂട്ടിഫുൾ യു ആർ, വാട്ട് എ അമേസിംഗ് ഗോഡ് യു ആർ, യു ആർ സോ വണ്ടർഫുൾ. അവ കണ്ടവരെല്ലാം അവനെ കൊള്ളാമെന്നാ പറഞ്ഞേ. നമുക്ക് പറയാൻ ധൈര്യമില്ല. പക്ഷേ ആ കൊള്ളാമെന്ന് പറഞ്ഞതിനെയാണ് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിനെ സങ്കീർത്തനങ്ങളെന്ന് വിളിച്ചു, സ്തുതി എന്ന് വിളിച്ചു. പക്ഷേ അവർ പറഞ്ഞത് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി, വാട്ട് എ വണ്ടർഫുൾ ഗോഡ് യു ആർ എന്നാണ്. എത്ര അത്ഭുതമായിരിക്കുന്നു കർത്താവേ നിന്നെ കണ്ടിട്ട് എന്നാണ്. നിങ്ങളെന്താ മിണ്ടാത്തെ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായോ? സോളിമുളങ്ങ് വന്നേ. ഞാനിവിടെ എൻ്റെ അടുക്ക വന്നപ്പോൾ എന്ത് സുന്ദരിയടി നിന്നെ കാണാൻ എന്ന് പറയുന്നത് പോലെ സ്വർഗം എടുത്തു വന്നപ്പോൾ വാട്ട് എ വണ്ടർഫുൾ ഗോഡ് യു ആർ. അതാണ് സ്തുതിയായിട്ട് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റിൽ നിന്ന്, ദൈവിക ബോധ്യത്തിൻ്റെ നിറവിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നതിന് സ്തുതി എന്ന് പറയുന്നത് പോലെ ദൈവത്തെ കണ്ടുകൊണ്ട് അവനെ വർണ്ണിക്കുന്നതും സ്തുതി എന്നാണ് വിളിക്കുന്നത്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും അവനെ കണ്ടുകൊണ്ട് എഴുതിയതാ ഇതിനകത്ത് മുഴുവനുള്ളത്. അവർ കണ്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകൾ, സാധാരണ വാക്കുകൾ മനോഹരമായി എഴുതി വെച്ചതാണ് ഈ പുസ്തകം മുഴുവൻ. നിങ്ങളെന്താ അനങ്ങാത്തെ? പക്ഷെ നമുക്ക് ദൈവത്തോട് അങ്ങനെ സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസോ ബോധ്യങ്ങളോ ഇല്ല. നമ്മളങ്ങനെ സംസാരിക്കാറില്ല. ദൈവത്തിന് മുമ്പും ആകെ നമുക്ക് ചിരിക്കാൻ കഴിയത്തില്ല. നിങ്ങളൊന്ന് ചിന്തിക്കാമോ? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒന്ന് ചിരിക്കാൻ നമുക്ക് പറ്റുമോ? പുഞ്ചിരിച്ച മുഖം പോലെങ്കിലും വരുമോ? ഗൗരവമുട്ട മുഖം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടോ? ആരാധനയ്ക്ക് വരുമ്പോൾ നല്ല കൈ അടിച്ചു, ദൈവിക സന്തോഷം ഉണ്ടായി, ചിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ചിരിച്ചാൽ നിങ്ങൾ പാപം ചെയ്ത പോലെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നേ? ഒരാളും എണ്ണണില്ല. പക്ഷെ അബ്രഹാം ദൈവമുമ്പാകെ ഒന്നൊന്നര ചിരിയാ, കമണ്ണ് കിടന്ന് ഉരുണ്ട് കിടന്ന് ചിരിച്ചെന്ന്. ഈ പുസ്തകത്തിൽ ഇത് എഴുതിയിരിക്കുന്നത് നിനക്കും അതാകാം എന്നത് മനസ്സിലാക്കാനാണ്. അടുത്തിരിക്കുന്നവരോട് പറ, ഗൗരവം എന്ന ബന്ധനം അഴിയട്ടെ. ഹല്ലേലൂയ. ഭക്തിയുടെ പൊയ്മുഖം പൊളിയട്ടെ. ഒരു നല്ല ഹല്ലേലൂയ പറയാത്തത് എന്താ? ഈ കൈ കൂപ്പി പിടിച്ചിരിക്കുമ്പോൾ എൻ്റെ അമ്മോ, ഞാനൊരിക്കലേ, എനിക്കിന്നും ഓർമ്മയാണ്, ഈ അന്നയും ജോഹയൊക്കെ വളർന്നു വരുന്ന സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴേ ഇവർ ഭയങ്കരമായിട്ട് കുസൃതി കാണിക്കും. ഞാൻ അവിടെ നിന്ന് ചിരിക്കും. ഒരു ദിവസം എൻ്റെ മമ്മി എന്നോട് നോക്കിയിട്ട്, എടാ നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ മനസ്സിലായോ? എൻ്റെ അർത്ഥം മനസ്സിലായോ? അതായത് കൊച്ചുങ്ങൾ കുസൃതി കാണിക്കുന്നത് കണ്ടിട്ട് നമ്മൾ ചിരിച്ചാൽ ദൈവം എന്ത് ചെയ്യും? ദൈവം കോപിക്കും, നമ്മളെ തല്ലും ദൈവം. അപ്പോഴേ വടിയെടുത്ത് രണ്ടെണ്ണം കൊട്ടിയിരും. അങ്ങനെയല്ലേ നമ്മുടെ ചിന്ത? അതാണ് ദൈവത്തോട് നിങ്ങൾക്ക് മിണ്ടാൻ പറ്റാത്തത്. വേറെ എല്ലോട് പോയി പ്രസംഗിച്ചാൽ മതിയായിരുന്നു. ഞാനൊന്നും കൂടെ പറയാം. അതാണ് ദൈവത്തോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്? മിണ്ടാൻ പറ്റാത്തത്. നിങ്ങളുടെ കൺസെപ്റ്റുകളിൽ ദൈവത്തിൻ്റെ ചിത്രമേ വേറെയാ. കൈകളടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയെങ്കിൽ ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. അബ്രഹാം എങ്ങനെ ഈ ഫെലോഷിപ്പിലേക്ക് വന്നത്? ഒരു വാക്യത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാം.
അതിനുശേഷം അബ്രാഹാമിന് ദർശനത്തിൽ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കണേ, അതിനുശേഷം അബ്രഹാമിന് ദൈവം ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അടുത്ത വാചകം, അതിനെ അബ്രഹാം കർത്താവായ യഹോവേ നിൽക്കണേ. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം അവസാന വാക്യം മുതൽ, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 2-ാം വാക്യം മുതൽ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചത് നമുക്ക് കാണാം. മെസൊപ്പൊത്താമിയയിൽ വെച്ച് ദൈവം അബ്രഹാമിനെ വെളിപ്പെട്ടു. 12-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു. ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണം, ഞാൻ നിന്നെ വർദ്ധിപ്പിച്ച് വലിയ ജാതിയാക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് അവനെ പറഞ്ഞയച്ചു. 12-ാം അധ്യായം 7-ാം വാക്യം ആയപ്പോഴേക്കും ദൈവം മുമ്പാകെ അവനൊരു യാഗം കഴിക്കുന്നത് കാണാം. 12-ാം അധ്യായം 8-ാം വാക്യം ആയപ്പോഴേക്കും 7-ാം അധ്യായത്തിൽ പ്രത്യക്ഷനാകുന്നതും യാഗം കഴിക്കുന്നതും കാണാം. 8-ാം അധ്യായത്തിൽ ദൈവത്തെ വീണ്ടും യാഗം കഴിക്കുന്നത് കാണാം. ദൈവം അവനൊരു പ്രോമിസ് കൊടുക്കുന്നതും കാണാം. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയ 13-ാം അധ്യായം അതിന് 14 മുതലുള്ള വാക്യങ്ങൾ, ലോത്ത് അവനെ വിട്ടുപിരിഞ്ഞതിന് ശേഷം ദൈവം അവനോട് സംസാരിക്കുന്നത് കാണാം. എൻ്റെ കൂടെ ഉണ്ടോ? 14-ാം അധ്യായത്തിൽ ഇത് മൽക്കിസദേക്കിന്റെ പുരോഹിത വർഗത്തിൽ നിന്ന് ഒരാൾ വന്ന് അവനോട് അനുഗ്രഹിക്കുന്നത് കാണാം. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞ 11-ാം അധ്യായത്തിന്റെ അവസാനം മുതൽ 15-ാം അധ്യായം വരെ ദൈവം അവനോട് സംസാരിക്കുന്നത് കാണാം. എന്നാൽ 15-ാം അധ്യായം കുറച്ച് വ്യത്യാസമാണ്, ദൈവത്തോട് ഇവൻ സംസാരിക്കുന്നത് കാണാം. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയില്ല, ഒരു ആമേൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ 11-ഉം 12-ഉം 13-ഉം 14-ഉം അധ്യായങ്ങളിൽ ദൈവം അവനോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തോട് അബ്രഹാം സംസാരിച്ചതായി നമുക്കൊന്നും വായിക്കുന്നില്ല. അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു, അബ്രഹാം അത് വിശ്വസിച്ചു, അബ്രഹാം അത് അനുസരിച്ചത് ചെയ്തു. പക്ഷേ അതിനുശേഷമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്, അബ്രഹാം ദൈവം സംസാരിച്ചപ്പോൾ അവനോട് പ്രതികരിക്കാൻ തയ്യാറായി. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ദൈവം സംസാരിക്കുന്ന സമയത്ത് പ്രതികരിക്കാതെ ഒരിക്കലും ഒരു ഫെലോഷിപ്പ് ആരംഭിക്കുകയില്ല. നിങ്ങൾ ശ്രദ്ധിക്കാവോ, അതുവരെ അരുളപ്പാട് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ദൈവം 15-ാം അധ്യായത്തിലെത്തിയപ്പോൾ അബ്രഹാമിനോട് മണിക്കൂറുകൾ സംസാരിക്കാനായി ആരംഭിച്ചു. ആമേൻ. ദൈവശബ്ദം നിങ്ങൾക്ക് കേൾക്കാം, ദൈവം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. പക്ഷേ എപ്പോഴാണോ ആ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ സംസാരിക്കുന്നത്, അതിൻ്റെ പേരാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. അത് ആരംഭിച്ചാൽ മണിക്കൂറുകളിലേക്ക് അത് പോകാനായി തുടങ്ങും. ഇനി 15-ാം അധ്യായത്തിലേക്ക് വരാം. 1-ാം വാക്യം വായിക്കാം. അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്ന്. The word of the Lord came to Abraham in a vision. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? എന്നാ The word of the Lord came to Abraham in a vision. വിഷൻ എന്ന് പറയുന്നത്, ദർശനം എന്ന് പറയുന്നത്, നിങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണോ? എന്നെ നോക്കുന്നുണ്ടോ? ദർശനം എന്ന് പറയുന്നത് കണ്ണുകളിൽ കാണുന്നതല്ല, ഹൃദയത്തിൽ കാണുന്നതാണ്. ഹൃദയത്തിൽ ഇതാ അവൻ്റെ ആത്മാവിൻ്റെ കണ്ണുകളിൽ ഇതാ ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ തുടങ്ങുന്നു. അതുവരെ അബ്രഹാമിനോട് ചെവിയിലോ അരുളപ്പാടുകളിലോ ആണ് ദൈവം സംസാരിച്ചതെങ്കിൽ ഇതാ ദൈവം അവനോട് ഒരു വിഷനിൽ സംസാരിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു വലിയ സംഭവം നടക്കാൻ പോവുകയാണ് കേട്ടോ. ദൈവം അവനെ കണ്ണിന് മുമ്പിലില്ല, പക്ഷെ അകത്തെ കണ്ണുകളിൽ ദൈവശബ്ദം അവനെ കേൾക്കാം. ആ കേട്ട സമയത്ത് അവൻ അതിനോട് വാ തുറന്ന് സംസാരിച്ചു. അകത്താ കാണുന്നത്, ചെവിയിലല്ല, വിഷനാണ്. വിഷനോട് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളും ഞാനും വിഷനുകൾ കാണാറില്ലേ? ആ വിഷൻ കാണുന്ന സമയത്ത് എപ്പോഴെങ്കിലും വാ തുറന്ന് ആ വിഷനോട് സംസാരിക്കാറുണ്ടോ? ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ക്ലിയർ ആണ്? ദൈവം നിങ്ങൾക്കൊരു വിഷൻ തരുമ്പോൾ ആ വിഷൻ കാണുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ആ വിഷനോട് സംസാരിക്കാറുണ്ടോ? സത്യത്തിലില്ല. നമ്മൾ ചെയ്യുന്നത് പറയാം,
പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചക്ക കണ്ടു. ഞാനിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്തോ ചക്കയൊക്കെ കണ്ടു. ചക്ക കണ്ടതല്ലവേ, ദൈവം നിന്നോട് സംസാരിക്കാൻ ശ്രമിക്കുക. അടുത്തിരിക്കുന്നവരോട് പറ, ചക്കയല്ലത്, ദൈവം നിന്നോട് സംസാരിക്കാൻ ശ്രമിക്കുക. വിഷൻസ് ആർ എ ഇൻവിറ്റേഷൻ ടു ബിഗിൻ എ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നു, വിഷനുകൾ ദൈവം നിനക്ക് തരുന്നത് അവൻ്റെ കൂട്ടായ്മയിലേക്ക് വരാനുള്ള ഇൻവിറ്റേഷനുകളാണ്. ആമേൻ. അടുത്തിരിക്കുന്നവർ പറഞ്ഞേ, വിഷൻസ് ആർ ഇൻവിറ്റേഷൻസ്. വിഷനുകൾ നിന്നോട് ദൈവം സംസാരിക്കാൻ ക്ഷണിക്കുന്നതാണ്. സ്വപ്നങ്ങൾ ദൈവം നിന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ്. വികാരങ്ങൾ, എല്ലാവരും പറഞ്ഞേ, ദൈവിക വികാരങ്ങൾ ദൈവം നിന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ്. ഈ ദൈവിക വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ല. ഉദാഹരണം പറയാം. എനിക്കൊരാൾ എടുക്ക വന്നപ്പോൾ സങ്കടം വരുമോ? അതെൻ്റെ സങ്കടമല്ലെന്ന് എനിക്കറിയാം. ആ വ്യക്തി നിൽക്കുന്നത് സങ്കടത്തോടെയാണ്. ഞാനോട് ചോദിക്കും, സിസ്റ്ററെ എന്താ ഇത്ര സങ്കടമുള്ള കാര്യം? പറയണേക്ക് മുമ്പ് ഒരു കരഞ്ഞു തുടങ്ങുകയാണ്. ഒരു ഹല്ലേലൂയ പറയാം. ഒരു സിസ്റ്റർ എൻ്റെ അടുക്കൽ വന്നു. എൻ്റെ ഉള്ളിൽ അപ്പോൾ ഉണ്ടായ വികാരം സെക്ഷുവലായ വികാരമായിരുന്നു. സ്വതന്ത്രമൊക്കെ പോയോ? പക്ഷേ എൻ്റെ ശാരീരിക അവയവങ്ങളിൽ ഒരു വികാരവും വരുന്നില്ല, എൻ്റെ മനസ്സിനകത്ത് വരുക. ഞാൻ ചോദിച്ചു, കർത്താവേ, എന്നോട് കർത്താവ് പറഞ്ഞു, ആ സ്ത്രീ സെക്ഷുവലായ കാര്യങ്ങൾക്ക് അടിമയാണ്. ചോദിക്കാൻ പറഞ്ഞു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? നമ്മുടെ വികാരങ്ങൾ ദൈവത്തിൻ്റെതായാൽ പിന്നെ ഒരു വികാരങ്ങളും നമ്മളെ സ്വാധീനിക്കത്തില്ല. Our emotions are a great communicator. നമ്മുടെ വികാരങ്ങൾ ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേറ്ററാണ്. എന്ന് പറഞ്ഞ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാന സ്ഥലങ്ങളാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചില ആളുകൾ വരുമ്പോൾ എനിക്ക് അവരെ അടുക്കൽ നിൽക്കുമ്പോൾ അവരോട് വലിയ പാഷൻ തോന്നും. എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നും. എനിക്കറിയാം അവർക്ക് വേണ്ടി അത്ഭുതം നടക്കാൻ പോവാന്ന്. നിങ്ങളെന്ന് അനങ്ങാതിരിക്കുന്ന ഒന്ന് കൈയടിച്ച് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വേണ്ടാത്ത കാര്യമാണ്. വേറെ ആരോടെങ്കിലും പ്രസംഗിക്കാൻ ഞാൻ പഠിപ്പിക്കുന്നത് ഫെലോഷിപ്പാണ്. അപ്പം ദർശനങ്ങൾ ദൈവം നിങ്ങൾക്ക് തരുന്നത്, വിഷനുകൾ ദൈവം നിങ്ങൾക്ക് തരുന്നത്, സ്വപ്നങ്ങൾ ദൈവം നിങ്ങൾക്ക് തരുന്നത് ഒരു ഇൻട്രഡക്ഷന് വേണ്ടിയാണ്. ആ കണ്ടു കഴിയുമ്പോൾ കർത്താവേ എന്താ ഈ ചക്ക എന്ന് ദൈവത്തോട് ചോദിക്കണം. അപ്പോൾ എന്താണ് ആ ചക്ക എന്ന് ദൈവം നിന്നോട് സംസാരിക്കാൻ തുടങ്ങും. പക്ഷെ ചക്ക കണ്ടാൽ നമ്മൾ നേരെ പറയും, പാസ്റ്റേ ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ചക്ക കണ്ടു, പാസ്റ്റർ പറ എന്താ ചക്ക? എടയുവേ, എന്നോട് പറയാനല്ല ചക്ക, നീ കർത്താവിനോട് ചോദിച്ചേ. ആ നിമിഷം മുതൽ കൂട്ടായ്മ ആരംഭിക്കാനാണ് ദൈവം നിനക്ക് ആ വിഷൻ തന്നത്. ഞാനൊരിക്കൽ ദൈവത്തിൻ്റെ ഭാഷ എന്ന് പഠിപ്പിച്ചപ്പോൾ, ആത്മലോകത്തിൽ ദൈവത്തിൻ്റെ ഭാഷ എന്നൊരു വിഷയം നിങ്ങളെ ഞാൻ പഠിപ്പിച്ചപ്പോൾ ഇത് അവിടെ എവിടെയൊക്കെ തൊട്ടിട്ട് പോയായിരുന്നു ഞാൻ. നിങ്ങൾ ഓർമ്മിക്കുന്ന ആരെങ്കിലും ഒരു നല്ല ഹല്ലേലൂയ പറയോ? കുറച്ചും കൂടെ ഉള്ളിലോട്ട് വരട്ടെ. കേൾക്കണമെന്ന് ആഗ്രഹമുള്ള എത്ര പേര് ഇതിനകത്തുണ്ട്? താങ്ക് യു വെരി മച്ച്. നോക്കാം, അബ്രഹാമിനോട് ദൈവം ഒരു വിഷൻ കാണിക്കുമോ? ആ വിഷൻ കണ്ടപ്പോൾ ആ വിഷനോട് അബ്രഹാം പ്രതികരിച്ചു. എല്ലാവരും പറഞ്ഞേ, പ്രതികരിക്കണം. ദൈവം നിന്നെ എന്തെങ്കിലും കാണിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനോട് പ്രതികരിക്കണം. ഉറക്കെ പറ. ശബ്ദം കേട്ടില്ല ഞാൻ. ആ വലത്തെ കാര്യം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ദൈവം കാണിക്കുന്നതിനോട് പ്രതികരിക്കണം. ശബ്ദം ഉയർത്തി പറ, പ്രതികരിക്കണം. ഒന്നും കൂടെ പറ, ദൈവം എന്തെങ്കിലും കാണിച്ചാൽ അതിനോട് എന്ത് ചെയ്യണം? ഓ ലവ് യു ജീസസ്. അടുത്ത ദൂത് പറയുവാണേ, വളരെ വലിയ കാര്യമാണ്. ദൈവത്തോട് ദർശനത്തിലാണ്, അവനൊരു ദർശനമാണ് കാണുന്നത്. ആ ദർശനത്തോട് വാ തുറന്ന് അബ്രഹാം സംസാരിച്ച വഴിയിൽ ദൈവം അബ്രഹാമിനോട് അടുത്ത കാര്യം സംസാരിക്കാൻ തുടങ്ങി. അവൻ സംസാരിച്ചു, എനിക്ക് കൊച്ചുങ്ങളില്ല കർത്താവേ എന്നാണ്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഇല്ലടാ, നിനക്ക് കൊച്ചുങ്ങളെ ഞാൻ തരാൻ പോവാ. അബ്രഹാം പറഞ്ഞു, എനിക്ക് കൊച്ചുങ്ങളുണ്ടാവുമെന്ന് വിശ്വാസം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എനിക്കിനി ഇതുവരെ കൊച്ചുങ്ങളില്ല. എൻ്റെ വീട്ടിലെ വേലക്കാരൻ്റെ കൊച്ചിനെയാണ് ഞാൻ എന്നെ മോനാക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ,
ആ പ്രതികരണത്തിൻ്റെ നടുവിൽ ഒരു വലിയ കാര്യം നടന്നു. അതുവരെ വിഷനിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ദൈവം നേരിട്ട് മുറിയിലേക്ക് ഇറങ്ങി. ആമേൻ. നിങ്ങൾ വിഷനായിരിക്കും കാണുന്നത്, വിഷനോടായിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ നീ സംസാരിക്കാൻ തുടങ്ങിയാൽ അടുത്ത നിമിഷം വിചാരിച്ചോണം ആരോരാൾ മുറിയിലേക്ക് വരാൻ പോവുകയാണ്. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചോ, ശബ്ദം ഉയർത്തി ആമീൻ പറഞ്ഞു. വിഷനോടാണ് സംസാരിച്ചത്. പക്ഷെ ആ വിഷനോട് സംസാരിച്ചത് അബ്രഹാം വേദനയോടെയായിരുന്നു. ആ തിരിച്ചു പ്രതികരിച്ചപ്പോഴും അബ്രഹാമിന് വിശ്വസിക്കാൻ വയ്യെന്ന് ദൈവത്തിന് മനസ്സിലായപ്പോ നേരെ മുറിയിലോട്ട് ഇറങ്ങി അവന്റെ കൈ പിടിച്ചു നേരെ വന്നിട്ട് എന്നിട്ട് പറഞ്ഞു, ആകാശത്തിലേക്ക് നോക്ക്, നക്ഷത്രങ്ങളെ എണ്ണാവോ? എണ്ണാൻ പറ്റത്തില്ലെങ്കിൽ അത്രയും കൊച്ചുങ്ങളെ ഞാൻ നിനക്ക് തരും. അതുവരെ ദർശനം കണ്ടുകൊണ്ടിരുന്നവൻ ഫെലോഷിപ്പ് ആരംഭിച്ചപ്പോ സ്വർഗം പറഞ്ഞു, ഇനി ഇവന് ദർശനത്തിലൂടെ ഞാൻ വർത്തമാനം പറയത്തില്ല, ഞാൻ നേരിട്ടേ വർത്തമാനം പറയത്തുള്ളൂ. ദർശനങ്ങളെ ചെറുതായി കാണരുത്. That is a great open door to get into the spiritual realm. Hallelujah. ദർശനങ്ങളെ ചെറുതായി കാണരുത്. അത് ആത്മലോകത്തിന്റെ വാതിലാണ്. ദർശനങ്ങളെ ചെറുതായി കാണരുത്. അത് ആത്മലോകത്തിലേക്ക് കയറാനുള്ള വാതിലാണ്. ദർശനങ്ങളെ ചെറുതായി കാണരുത്. ദൈവം നേരിട്ട് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് ദർശനങ്ങൾ ഉണ്ടാകാറുള്ളത്. ഞാൻ വേദപുസ്തകം മുഴുവൻ വായിച്ചപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവം നേരിട്ട് ഇറങ്ങുന്നതിനേക്കാൾ മുമ്പ്, ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ആളുകൾക്ക് വിഷനുകൾ ഉണ്ടായി, ആത്മാനുഭവങ്ങൾ ഉണ്ടായി. നിനക്ക് വിഷനുകൾ ഉണ്ടാകുമ്പോ നിന്റെ പുറകിൽ ആരോ നിന്നോട് സംസാരിപ്പാൻ നിൽപ്പുണ്ട്. ഞാൻ ഈ പകലിത് പ്രസംഗിക്കുമ്പോ പരിശുദ്ധാത്മാവിനോട് ഇന്ന് പറഞ്ഞു, ജോണേ, ഈ പകൽ മുതൽ ചർച്ചിലെ ജനത്തിന്റെ നിലവാരം മാറും. ഇന്നു മുതൽ ഇവരും ദൈവം സംസാരിക്കുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും. ചിലരെന്നോട് ചോദിച്ചു, എനിക്ക് ദർശനം ഉണ്ടായാലല്ലേ മിണ്ടാൻ പറ്റത്തുള്ളൂ. അല്ലെന്നേ, വികാരങ്ങൾ ഉണ്ടായാലും മതി. നീ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നിനക്ക് സങ്കടം നിറയുക, നീ ചോദിക്കണം, കർത്താവേ, ഞാൻ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേ? He will answer to you. നീ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ചോദിക്കണം, കർത്താവേ, എനിക്ക് എന്താ ഒന്നും ചെയ്യാൻ പറ്റാത്തേ? That is the beginning of your fellowship. അതിന് നടുവിൽ ദൈവമേ രക്ഷിക്കണേ, എന്നെ ഞാനെന്താ മിണ്ടാൻ പറ്റാതിരിക്കുന്നേ? എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ യേശുവേ. അതിനെ അവൻ നിന്നോട് പ്രതികരിക്കും. ആ പ്രതികരിക്കുന്നതിനോട് അടുത്ത മറുപടി നീ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അറിഞ്ഞോണം, ആരോ ഒരാൾ മുറിയിലുണ്ട്, ആരോ ഒരാൾ മുറിയിലുണ്ട്. ഒരുപക്ഷെ അത് നിന്റെ ദൂതനാകാം, ഒരുപക്ഷെ ദൈവദൂതനാകാം, ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് നിന്റെ മുമ്പിൽ ആളത്വമായി യേശുവിനെ പോലെ നിൽക്കുന്നുണ്ടാകാം. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, യേശുവേ എന്ന് വിളിച്ചാട്ടെ. അബ്രഹാമേ, ആരാ നിന്നെ കൈ പിടിച്ച് പുറത്തു കൊണ്ടുപോയത്? അവൻ പറയും, വിഷനായിരുന്നു ഉണ്ടായിരുന്നേ. വിഷനോട് പ്രതികരിച്ചപ്പോൾ അവൻ എന്നോട് സംസാരിച്ചു. എനിക്കത് വിശ്വസിക്കാൻ പറ്റാതായപ്പോൾ അവൻ നേരിട്ടിറങ്ങി എന്നെ സഹായിച്ചു. That is called fellowship. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഒപ്പം എത്തിയോ? ശബ്ദകീർത്തനം ഹല്ലേലൂയ പറയാമോ? അബ്രഹാമിന് ദൈവം ആകാശത്തേക്ക് കാണിച്ചിട്ട് പറഞ്ഞു, എണ്ണാമെങ്കിൽ എണ്ണിക്കോടാ. അബ്രഹാം അത് അങ്ങനെ തന്നെ വിശ്വസിച്ചു. കാരണം കൈ പിടിച്ചിരിക്കുന്ന ആരാന്നറിയാവോ?
ഓരോ ആത്മാനുഭവങ്ങളും നിങ്ങളുടെ നിലവാരത്തെ ഉയർത്തും, നിങ്ങളുടെ വിശ്വാസത്തെ ഉയർത്തും. ഇതുവരെ ദർശനം കണ്ടുകൊണ്ടിരുന്ന ആള് ഇതാ കൈ പിടിച്ച് കൂടെ നിൽക്കുവോ? ഈ പകൽ ചിലരോട് എനിക്ക് പറയാനുള്ളത്, ദൈവം ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അവൻ നിന്നെ കൈ പിടിച്ച് നടത്തുന്ന കാലഘട്ടം വരുന്നു. നീ കണ്ട് വിശ്വസിക്കേണ്ടത് എന്താണോ അവിടേക്ക് അവൻ നിന്നെ കൈ പിടിച്ചു കൊണ്ടുപോകാനായി പോകുന്നു. ആരാധിക്കുന്നവർ ആരാധിക്കേ, യേശു എന്ന് വിളിക്കുന്നവർ വിളിക്കേ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ആകാശത്തിലെ നക്ഷത്രങ്ങൾ അത് കണ്ടിട്ട് അത്രയും കൊച്ചുങ്ങളൊന്നും എനിക്കുണ്ടാവുമെന്ന് പറഞ്ഞ് ഒരു മനുഷ്യായുസിന് അത് കഴിയുമോ? 99 വയസ്സുള്ള ഒരു വൃദ്ധനായ മനുഷ്യനോട് ദൈവം ഇത് സംസാരിക്കുമ്പോൾ, അല്ല 85 വയസ്സെന്ന് പറയാൻ നല്ലത്, 86-ലാണ് ഇസ്മായിൽ ഉണ്ടാകുന്നത്. 85 വയസ്സുള്ളൊരു മനുഷ്യനെ എൻ്റെ ഊഹമാണ് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കൊച്ചുണ്ടാവുമെന്ന് പറഞ്ഞ് എങ്ങനെ വിശ്വസിക്കാന്? 10 പേര് 15 പേര് എൻ്റെ തലമുറകൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണിക്കൂടാൻ കഴിയാത്തതാണെന്ന് പറഞ്ഞാൽ ആര് കേൾക്കാനാ? പക്ഷേ ഈ മണ്ടൻ അത് വിശ്വസിച്ചു. എങ്ങനെ വിശ്വസിക്കാൻ പറ്റി കാണും? എങ്ങനെ അത് ചിന്തിക്കാൻ പറ്റുന്നേ? അൺഇമാജിനബിളായൊരു കാര്യമാണ്. അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? പറഞ്ഞത് എൻ്റെ വലതുവശത്ത് നിൽക്കുന്നയാളാണ്. ഞാൻ ഇരുന്ന മുറിയിൽ നിന്ന് എന്നെ കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയത് ലോകത്തിൽ ആർക്കും അറിയാത്ത വേറൊരാളുണ്ട്. അവനാ എന്നെ കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയത്. പിന്നെ എന്തിനാ സംശയം? ഞാൻ ചിലരെ നോക്കി ദൂത് പറയുക, ഇങ്ങനെ കൈപിടിച്ചു നടത്തുന്ന ആത്മാനുഭവത്തിലേക്ക് ഈ പകൽ ചിലര് കയറി വരട്ടെ. ദൈവം കൈപിടിച്ചു നടത്തുന്ന ആത്മാനുഭവത്തിലേക്ക് ചിലരുന്ന് കയറട്ടെ, ചിലരുന്ന് കയറട്ടെ. എന്റെയും നിങ്ങളുടെയും വിശ്വാസത്തിന്റെ ചുവടുകൾ ദൈവം കൈപിടിച്ചു കയറ്റുന്നത് എത്ര ശ്രേഷ്ഠവാലേ. ഞാൻ ദൈവത്തോട് ഇന്നലെ കഴിഞ്ഞ ദിവസം ധ്യാനിക്കുമ്പോൾ എങ്ങനെ പറഞ്ഞു, അവൻ്റെ കൈ പിടിച്ചാണ് വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് നീ നടത്തിയതെങ്കിൽ എനിക്കും ആ കൈയൊന്നു വേണം. മറ്റാരും കയറിയിട്ടില്ലാത്ത വിശ്വാസത്തിൻ്റെ പ്രതലങ്ങളിലേക്ക് കയറണം. കൂടുണ്ടോ? ചിലരെ അതിനായി കർത്താവ് ഈ പകൽ ക്ഷണിക്കുകയാ. ചിലരെ ഈ പകൽ അതിനായി കർത്താവ് ക്ഷണിക്കുകയാ. ആത്മാനുഭവങ്ങൾ ഉണ്ടാകട്ടെ, ദർശനങ്ങൾ ഉണ്ടാകട്ടെ. സഹോദരങ്ങളെ, നിങ്ങളുടെ വീട്ടിലോ ഏതെങ്കിലും പ്രസംഗത്തിലോ ആത്മീയ അനുഭവങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെ വീട്ടിൽ കയറ്റല്ലേ? ആ പ്രസംഗം കേൾക്കരുത്. അവനെ പിശാചിന്റെ ഏജന്റായി കണ്ടോണം. എത്ര വലിയ ആത്മീയനെന്ന് പറഞ്ഞാലും വീട്ടിൽ കയറ്റില്ലേ? നിങ്ങൾ ചിലതിനോട് കോംപ്രമൈസ് ചെയ്യും. എങ്ങനെ അയാളോട് വരണ്ടെന്ന് പറയുന്നേ? അതാണ് പിശാചിന്റെ സൂത്രവും. നിങ്ങളെന്താ ആമീൻ പറയാഞ്ഞേ? ഒരു സൂത്രവുമില്ല. അബ്രഹാമിനുണ്ടായ ആത്മാനുഭവമാണ്, ആ ഫെലോഷിപ്പാണ് അവനെ വിശ്വാസത്തിനെ അടുത്ത പ്രതലത്തിലേക്ക് കൊണ്ടുപോയത്. നേരിട്ടൊരാളോട് സംസാരിക്കുക ദൈവം. അതിനിടയിൽ ഒരു ഓണത്തിൻ്റെ കാര്യം നമ്മളെന്ത് പൊട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ ദൈവം നേരിട്ട് സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബൈബിള് നമുക്ക് തന്നിരിക്കുമോ. ഞാൻ വിരോധമൊന്നുമില്ല, സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറയുന്നതിലാണ് വിരോധമുള്ളത്. എൻ്റെ അപ്പൻ എന്നോട് മിണ്ടാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതിനകത്ത് എന്തോ അപകടമുണ്ട്. അത് മതമാണ്. ആ മത പ്രസംഗിക്കുന്ന പ്രസംഗം കേൾക്കരുത്. അവരെ നിങ്ങളുടെ വീട്ടിൽ കയറ്റല്ലേ.
ഒരു നല്ല ഹല്ലേലൂയ പറയാവോ? കൈകളടിച്ചൊരു ഹല്ലേലൂയ പറയാവോ? ഈ ഹോളിൽ എന്തോ സംഭവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലിരിക്കുന്ന പലരെയും ദൈവം തൊടുന്നത് എനിക്കറിയാം. ആ കോൺവെർസേഷൻ മെല്ലെ മുന്നോട്ട് പോകുകയാണേ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രഹാം വിശ്വസിച്ച ഉടനെ ദൈവം അവനോട് പറയുക, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് പറഞ്ഞു. ഇനി നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഈ അടുത്ത വാചകം ഒന്ന് വായിച്ചു വെച്ചിരിക്കുന്ന നല്ലതാണ്. വായിക്കാമോ നിങ്ങൾക്ക്? കർത്താവായ യഹോവേ, ഞാനതിനെ അവകാശമാക്കും എന്നുള്ളതിനെ എനിക്ക് എന്തോന്നിനാൽ അറിയാം എന്ന് അവൻ ചോദിച്ചു. ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറയുക. ഇവിടെ ഇരിക്കുന്ന ജൂലിയ മോളോട് ഞാനൊരു ദൂത് പറയുക. ജൂലിയ, ദൈവം എന്നെ എങ്ങനെയാക്കും? ഒന്ന് ചിന്തിക്കാവോ? ജൂലി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുക, അങ്ങനെ സംഭവിക്കും എന്നുള്ളതിനാൽ എനിക്കെങ്ങനെ അറിയാം? ചോദിക്കാൻ ധൈര്യം ജൂലിയക്ക് കാണുമോ? കാണത്തില്ല. ദൈവമായി ഇങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ ആർക്കെങ്കിലും ധൈര്യം കാണുമോ? പക്ഷെ അബ്രഹാം ചോദിച്ചു വെച്ചേക്കുവോ. ദൈവം പറയുവാ, ഞാൻ നിനക്ക് ഇത് ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാം? എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവരുടെ സംസാരം ഫോർമൽ അല്ല, കാഷ്വൽ ആണ്. ദൈവത്തോട് എന്ത് ചോദിക്കാനുള്ള കോൺഫിഡൻസ് അബ്രഹാമിനുണ്ട്. കാരണം അവരും അബ്രഹാമും ദൈവം തമ്മിലുള്ള കൂട്ടായ്മയുടെ ആഴം അത് ഡിഫറെൻ്റ് ആയൊരു ആത്മീയ തലമാണ്. അവൻ്റെ അവിശ്വാസവും വിശ്വാസവും തുറന്നു സംസാരിക്കാനുള്ള വേദിയായിരുന്നു അത്. നമ്മൾ പലപ്പോഴും ദൈവത്തോട് സംസാരിക്കുന്നത് കാപട്യമാണ്. മനസ്സിലൊന്നുണ്ട്, വായിൽ വേറൊന്നുണ്ട്. ദൈവത്തോട് ഇങ്ങനെയേ പറയാവൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ ദൈവത്തോട് അങ്ങനെ സംസാരിക്കും. കാരണം സഭയും മതവും എന്നെ പഠിപ്പിച്ചത് അങ്ങനെയേ പറയാവൂ എന്നാണ്. പക്ഷെ ഉള്ളിലെ ചിന്തയാണ് ദൈവം കാണുന്നത്. അബ്രഹാം ഉള്ളിലൊന്നും വെച്ചില്ല. അബ്രഹാം ചോദിച്ചു, ഇതൊക്കെ ശരിയാണ്, ഇതെങ്ങനെ അറിയാം കർത്താവേ? എൻ്റെ കയ്യിൽ എങ്ങനെ വരുമെന്ന് ഞാൻ പറയാം. അടുത്ത കാര്യം ശ്രദ്ധിക്കണേ. അപ്പോൾ ദൈവം ചെയ്തത് അവൻ അവനോട് ശ്രദ്ധിച്ചേ, അവനോട് ഓ സ്കൈ ബിഗ്. ഞാൻ ഈ പറയുന്നത് ഗ്രഹിക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരും. ദൈവം പറയുവോ, നിനക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, നീയുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തേക്കാം. അബ്രഹാമുമായിട്ടുള്ള രക്ത ഉടമ്പടി തുടങ്ങുന്ന സ്ഥലം അവിടെയാ. എങ്ങനെ എൻ്റെ കയ്യിലേക്ക് ഇത് വരുമെന്ന് സംശയത്തിൽ ചോദിച്ച അബ്രഹാമിനോട് പറയുക, ഞാൻ തന്നെ സ്വർഗവും മനുഷ്യനും തമ്മിൽ രക്തങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് ഒരു ഉടമ്പടി ചെയ്യാൻ പോവുകയാണ്. ഫെലോഷിപ്പിന്റെ ആഴം എന്ന് പറയുന്നത് ബലഹീനനായ നിന്നോട് ബലവാനായ ദൈവം ചെയ്യുന്ന ഉടമ്പടിയിൽ അവസാനിക്കും. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അബ്രഹാമേ, ആരാ നിന്നോട് സംസാരിക്കുന്നേ? അവൻ പറയും, ദൈവം തന്നെ. എന്താ പറയുന്നേ? ഞാൻ പറയുന്നത് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ധൈര്യപ്പെടണ്ട, ഞാൻ നിനക്കൊരു ഉടമ്പടി വെക്കാം. ഈ ഉടമ്പടിയിൽ നിന്ന് ഞാൻ മാറത്തില്ല. ആരെങ്കിലും ദൈവമായി കൂട്ടായ്മയെ ആചരിക്കുന്നോ, അവനോട് ദൈവത്തിന് പറയാനുള്ളത്, മാറാൻ കഴിയാത്ത ഉടമ്പടികൾ ദൈവം നിന്നോട് വെക്കും. ഞാൻ പറഞ്ഞില്ലേ, ഗ്രഹിക്കാൻ പറ്റുന്നവർക്ക് ഗ്രഹിക്കട്ടെ. മാറാൻ കഴിയാത്ത ഉടമ്പടികൾ ദൈവം ചിലരോട് ദൈവം വെക്കാൻ പോകുന്നു. ജീസസ് വേൾഡ്. മാറാൻ കഴിയാത്ത ചില ഉടമ്പടികൾ സഭയോട് ദൈവം വെക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറയാം. നിങ്ങൾ വിചാരിക്കരുത് അത് പ്രാർത്ഥനയാൽ നടക്കുന്നതാണെന്നല്ല.
ഞാനും അവനും സമയം ചെലവഴിക്കുന്നതിൽ നടക്കുന്നതാണ്. ഒരു ഹല്ലേലൂയ പറയാവോ? ഞാൻ ഇത്രയും വർഷം ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നേ. ഞാൻ ചോദിച്ചു, ഇത് എപ്പോഴാണ് സംഭാഷണം ആരംഭിച്ചത്? എൻ്റെ പ്രതീക്ഷയിൽ നേരം വെളുക്കുന്നതിനേക്കാൾ മുമ്പ്, ഇരുട്ട് മാറുന്നതിനേക്കാൾ മുമ്പാണ് അബ്രഹാമിന് ദൈവം വെളിപ്പെട്ടിട്ടുള്ളത്. എൻ്റെ പ്രതീക്ഷ 2 മണിക്കോ രാവിലെ 3 മണിക്കോ ആണ്. 4 മണി കഴിഞ്ഞാൽ ആകാശത്തിൽ വെളിച്ചമാകും. അപ്പോൾ നക്ഷത്രങ്ങളെ കാണാൻ ഒക്കത്തില്ല. അപ്പൊ നക്ഷത്രങ്ങൾ ഉള്ള സമയത്താണ് ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങിയത്. ഉടമ്പടി എപ്പോഴാണെന്നറിയാമോ നിങ്ങൾക്ക്? വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ രാവിലെ 3 മണിക്ക് തുടങ്ങിയത് രാത്രി 6 മണിയായിട്ടും കഴിഞ്ഞിട്ടില്ല. ഓ, എന്ന് പറഞ്ഞാൽ അവന്റെ ദൈവവുമായുള്ള സമയം ചെലവഴിക്കൽ. ഓ, ലവ് യു ജീസസ്. ഞാൻ ചിലരോട് ദൂത് പറയുക, നിങ്ങളുടെ കൂട്ടായ്മ മണിക്കൂറുകളാകുന്നതിലേക്ക് ദൈവം ഈ രാത്രിയിൽ നിങ്ങളെ എടുക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറയാ. രാവിലെ തുടങ്ങുന്നത് പിറ്റേ ദിവസം നേരം വെളുത്തിട്ടും തീരാത്തതുപോലെ ആത്മബന്ധങ്ങളിൽ മുഴുകുന്ന ഒരു വ്യക്തികളായി ചിലർ ഇതിനകത്ത് എഴുന്നേറ്റ് വരട്ടെ. രാവിലെ തുടങ്ങുന്നത്, രാത്രിയിൽ തുടങ്ങുന്നത്, നേരം വെളുത്തിട്ടും തീരുന്നില്ല. അൽഫുലുക്കാവ് എന്ന് പറയുന്ന ദിവസനെ നമ്മൾ ബാംഗ്ലൂർ കാണാൻ പോയി. അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാൻ ഓർമ്മിക്കുന്നു. ഞായറാഴ്ച പ്രസംഗിക്കുന്നതിന് ശനി, വെള്ളിയാഴ്ച രാത്രി പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഞായറാഴ്ച രാവിലെ ആകുമ്പോഴായിരിക്കും എഴുന്നേക്കുന്നതെന്ന്. വെള്ളിയും ഉറങ്ങത്തില്ല, ശനിയും ഉറങ്ങത്തില്ല, ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് നിൽക്കും. അത് 3 സർവീസ് കഴിഞ്ഞിട്ടേ പിന്നെ കിടക്കത്തുള്ളൂ. അപ്പോൾ അസാധാരണത്വത്തിൻ്റെ പുറകെ അസാധാരണമായൊരു കൂട്ടായ്മയും കൂടെ ഉണ്ട്. ഇന്ന് പകൽ ഞാനിവിടെ നിന്ന് കർത്താവിനോട് പറയുക, അപ്പാ അങ്ങനെ ചിലതിലേക്ക് കയറുവാൻ ഞങ്ങളെ സഹായിക്കണം. We want to get into that level, Lord. നിങ്ങളെ അറിയാമോ, ഇതെല്ലാം തുടങ്ങിയതൊരു ദർശനമാണ്. ഇതെല്ലാം തുടങ്ങിയതൊരു ദർശനത്തിൽ നിന്ന്. ദർശനങ്ങളെ നമ്മൾ എത്ര പ്രാവശ്യം തുച്ഛീകരിച്ചിട്ടുണ്ട്. ഞാൻ ചക്ക കണ്ടു, മാങ്ങ കണ്ടു എന്ന് പറഞ്ഞ് വിട്ടില്ലേ? പക്ഷേ അത് കണ്ട സമയത്ത് പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് ഉടമ്പടിയിൽ എത്തിക്കൂടായികയില്ലായിരുന്നല്ലോ. പരിശുദ്ധാത്മാവിനോടൊന്ന് പറ, കർത്താവേ, എത്ര പ്രാവശ്യം നീ ഞങ്ങളോട് സംസാരിച്ചു, എവിടെല്ലാം വെച്ച് ഇടപെട്ടു, പക്ഷേ അതിനെ ഞങ്ങൾ കാര്യമായി കാണാതെ തള്ളിക്കളഞ്ഞു. ക്ഷമിക്കണം പരിശുദ്ധാത്മാവേ. നീ ഞങ്ങളോട് സംസാരിക്കാൻ നോക്കുമ്പോൾ നിന്നോട് ഞങ്ങൾ സംസാരിക്കാൻ കഴിയാതെ ഞങ്ങൾ തള്ളിക്കളഞ്ഞു. ക്ഷമിക്കണം പരിശുദ്ധാത്മാവേ. ഇനി ഞങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ ദർശനത്തോട് ഞങ്ങൾ പ്രതികരിക്കും. ഞങ്ങൾ അങ്ങയുടെ ശബ്ദം കേൾക്കാനായി ആഗ്രഹിക്കും. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ഈ പകൽ ചിലരെ അവിടേക്ക് ദൈവം എടുത്തുകൊണ്ട് പോകുകയാ, ചിലരെ ദൈവം നടത്തുകയാ. മങ്ങിപ്പോയ ദർശനങ്ങൾക്ക് പകരം ആഴമേറിയ ദർശനങ്ങളിലേക്ക് വരികയാ. മങ്ങിപ്പോയ പ്രവചനങ്ങൾക്ക് പകരം ആഴമേറിയ പ്രവചനങ്ങളിലേക്ക് വരികയാ. ഞാൻ മീറ്റിംഗ് ആരംഭിക്കണേക്കാൾ മുമ്പ് നിങ്ങളോട് ഞാൻ പറഞ്ഞു, അടുത്തൊരു പ്രതലം ഈ സഭയിൽ ഓപ്പൺ ആകുന്നു. ഇന്ന് അടുത്തൊരു ആത്മീയ കൂട്ടായത്തിലേക്ക് കയറും നിങ്ങൾ. ഇന്ന് നിങ്ങളും ദൈവം നമ്മൾ ആഴമേറിയ ഒരു ബന്ധത്തിലേക്ക് സ്ഥാപിക്കപ്പെടും. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചുകൊണ്ട് പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളിവിടെ എത്തിയോ? പ്ലീസ് ബി സീറ്റ്. ദൈവം തൻ്റെ സംശയത്തിന് ഉറപ്പ് കൊടുത്തത് ദൈവം ഇറങ്ങി വന്ന് ആണയിട്ടാണ്. ഒന്ന് പറയാമോ അങ്ങനെ? എനിക്കുണ്ടായ സംശയത്തിന് ദൈവം ഇറങ്ങി വന്ന് ആണയിട്ട് ഉടമ്പടി ചെയ്യുക. ചിന്തിക്കാവോ?
അവിശ്വസിച്ച തള്ളിക്കളയുന്ന ദൈവത്തെ അറിയാവൂ. സംശയം എന്ന ഉപേക്ഷിക്കുന്ന ദൈവത്തെ അറിയാവൂ. ഇതെങ്ങനെ നടക്കുമെന്ന് ചോദിച്ച് തല്ലി തരുന്ന ദൈവത്തെ അറിയാവൂ. പക്ഷേ എൻ്റെ ഉള്ളിൽ എങ്ങനെ നടക്കുമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് ഞാനടാ ഗ്യാരണ്ടി, നമുക്കതിനായി ഒരു ഉടമ്പടി വെക്കുക എന്ന് പറയുന്ന ദൈവത്തെ അറിയത്തില്ല, പരിചയമില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടേ, ഈ 15-ാം അധ്യായം എത്തുന്നത് വരെ അബ്രഹാമും ദൈവം തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ല 15-ാം അധ്യായത്തിന് ശേഷമുള്ളത്. നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുന്നു? ഞാൻ ആ വാചകങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നുക, ദൈവം അബ്രഹാമിനെയും അബ്രഹാം ദൈവത്തെയും ഈ 3 അധ്യായങ്ങളിലൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്നും കൂടെ ആവർത്തിക്കാം. അബ്രഹാം ദൈവത്തെയും ദൈവം അബ്രഹാമിനെയും. അബ്രഹാം ദൈവത്തെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ മനസ്സിലാവും നമുക്ക്. ദൈവം അബ്രഹാമിനെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എല്ലാവരെയും അറിയത്തില്ലെന്നാ. ദൈവത്തിന് എല്ലാവരെയും അറിയാം. ദൈവം നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിന് എന്താണ് വാല്യൂ കൊടുക്കുന്നു എന്ന് ദൈവം ശ്രദ്ധിക്കും. ആ കൊടുക്കുന്ന വാല്യൂവിനാണ് അടുത്ത റെസ്പോണ്ട് ഉണ്ടായി വരുന്നത്. ആമേൻ. 12-ാം അധ്യായം ആരാധന, 12-ാം അധ്യായം അവസാനം, അല്ലെ 12-ാം അധ്യായം മധ്യഭാഗം 12 മുതലുള്ള വാക്യങ്ങൾ ക്ഷാമമായി കടന്നു പോകുന്നു. ക്ഷാമത്തിൻ്റെ നടുവിൽ താൻ വലിയ സമ്പന്നനാകുന്നു, തിരിച്ചു വരുന്നു. 13-ാം അധ്യായം വലിയ സമ്പന്നത, എക്സ്ട്രീം റിച്ച്. 13-ാം അധ്യായത്തിലെ സമ്പന്നതയുടെ നടുവിൽ അബ്രഹാം തിരിച്ചു വരുന്നത്, ആദ്യം ചെയ്യുന്നത് കനാനിലേക്ക് വരുമ്പോൾ 5-ാം വാക്യം, എവിടെയാണോ ആരംഭിച്ചത്, എവിടെയാണോ ആദ്യ യാഗം അർപ്പിച്ച് ആരാധിച്ചത്, അവിടേക്ക് തിരിച്ചു വന്ന് അവൻ ദൈവത്തെ ആരാധിക്കുകയാണ്. പിടികിട്ടിയോ എനിക്കറിയത്തില്ല. 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ അബ്രഹാം ദൈവത്തെ ആരാധിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അതേ അധ്യായം 13-ാം അധ്യായം 5-ാം വാക്യത്തിലായപ്പോഴേക്കും ബഹുസമ്പന്നനായ അബ്രഹാം തിരിച്ചു വന്നിട്ട്, എക്സ്ട്രീം റിച്ച് ആണ് കേട്ടോ, തിരിച്ചു വന്നിട്ട് അതേ സ്ഥലത്ത് ആരാധന നടത്തുന്നത് കാണാം. അവനെ സമ്പത്ത് സ്വാധീനിച്ചിട്ടില്ല, പൈസ അവൻ്റെ തലയ്ക്ക് പിടിച്ചിട്ടില്ല, അവന് ആരാധന തലയിൽ നിന്ന് പോയില്ല, തലയ്ക്ക് പിടിച്ചില്ല. അടുത്തിരിക്കുന്നവരോട് പറ, അനുഗ്രഹങ്ങൾ തലയ്ക്ക് പിടിക്കരുത്, സമ്പത്ത് നിങ്ങളെ ഭരിക്കരുത്. 13-ാം അധ്യായത്തിൽ സമ്പത്ത് നിമിത്തം ഒരു കലബലശം ഉണ്ടാകുന്നു. അവൻ്റെ ശിഷ്യൻ, അവൻ്റെ ബന്ധുവായ ലോത്തുമായ ഒരു കശവിശം ഉണ്ടാകുന്നു. ലോത്തിനോട് അവൻ പറയുന്നു, നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട്, ഞാൻ വലത്തോട്ടാണെങ്കിൽ നീ ഇടത്തോട്ട്, തീരുമാനം നിനക്കെടുക്കാം. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. ലോത്ത് നോക്കി, എല്ലാവരും പറഞ്ഞേ. പക്ഷേ അബ്രഹാം അവിടെ ഇരുന്നു കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നത് വരെ. രണ്ടാണ്. അബ്രഹാമിൻ്റെ കൂടെ നടന്നൊരു പാഠം പഠിച്ചു. ദൈവമാണ് അബ്രഹാമിനെ ഉയർത്തിയെന്ന് ഇപ്പോൾ ലോത്തിനറിയാം. പക്ഷേ അബ്രഹാം ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണിന് നല്ലതെന്ന് തോന്നുന്നതാ തിരഞ്ഞെടുത്തത്. അവൻ നോക്കിയിട്ട് നല്ലത് തിരഞ്ഞെടുത്തു. എന്നാൽ അബ്രഹാം തിരഞ്ഞെടുത്തത് നോക്കാൻ പോയില്ല, പകരം അവൻ വെയിറ്റ് ചെയ്തു ദൈവം എന്താ പറയാൻ പോകുന്നത് നോക്കാൻ. നിന്റെ കണ്ണിന് ഇഷ്ടമുള്ളതല്ല, ദൈവത്തിന് ഇഷ്ടമുള്ളത്. എന്താ കൈയടിക്കാത്തെ? മനസ്സിലാകാൻ ഒരു ഉദാഹരണം. ചിലരെന്നോട് ചോദിക്കാറുണ്ട്, ബ്രദറെ എൻ്റെ മോനെ ഈ പെങ്കൊച്ച് കൊള്ളാവോ? ഞാൻ പറയും കൊള്ളാം. വേറെ പെങ്കൊച്ചിനെ കൊണ്ടുവരും, ഇത് കൊള്ളാവോ? ഞാൻ പറയും അതും കൊള്ളാം. വേറെ നിന്നെ കൊണ്ടുവരും, അത് കൊള്ളാം. ഞാൻ പറയും അതും കൊള്ളാം. ബ്രദറെല്ലാം എന്താ കൊള്ളാമെന്ന് പറയുന്നേ? ഞാൻ പിന്നെ എന്നാ പറയണ്ടേ? ഞാനൊരു ചോദ്യം ഞാൻ അവരോട് ചോദിക്കും. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം എന്ന് പറയുന്നത് അതിൽ തൊട്ട് താഴെയുള്ളതാണ്. ദൈവത്തിന് ഇഷ്ടമെന്ന് പറഞ്ഞാൽ കെട്ടുവോ? അതില്ല.
നിങ്ങളുടെ സ്റ്റാറ്റസിനുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ദൈവത്തോട് കൊള്ളാമെന്ന് ചോദിക്കുന്നതിനെ ഞാനെല്ലാം കൊള്ളാമെന്നേ പറയത്തുള്ളൂ. കൈയടിക്കാൻ വയ്യ കണ്ടോ? നിങ്ങൾ ഏത് സഭ? ജോൺ ദാരു ബ്രദറിൻ്റെയാ. ഒരു പെങ്കൊച്ചനെ ആലോചിക്കട്ടെ, ഞങ്ങൾ നാടാക്കന്മാരാ, ഞങ്ങൾ അവിടുന്ന് വന്നവരാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്നവരോട് പറ, നോക്കല്ലേ. വേറൊരാളെ കൈ കൊടുത്തിട്ട് പറ, നാടാക്കന്മാരെ നോക്കല്ലേ. അയ്യോ സ്വർഗം കാണാൻ കൊള്ളാം, പക്ഷേ വന്നത് SNDP നമ്മൾ യരല്ലേ. എടവേ, നീ നോക്കുന്ന ഇപ്പോഴും ലോത്ത് നോക്കിയതുപോലെയാ. പള്ളി വരുന്നേ ഉള്ളൂ, ലോത്തിന്റെ കണ്ണ. അടുത്തിരിക്കുന്നവരോട് പറ, പള്ളി വരുന്നേ ഉള്ളൂ, കണ്ണ് ലോത്തിൻ്റെയാ. ഒന്നും കൂടെ പറ, കേട്ട് കാണത്തില്ല, ചെവി തുറക്കത്തില്ല ഇവർക്ക്. അടുത്തിരിക്കുന്ന രണ്ടുപേരുടെ കൈ കൊടുത്തിട്ട് പറ, പള്ളി വരുന്നേ ഉള്ളൂ, കണ്ണ് ലോത്തിൻ്റെയാ. ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. കൂടെ നടക്കുക, അബ്രഹാമിന്റെ കൂടെയാ. ദൈവത്തിന്റെ അരുളിപ്പാടൊക്കെ നേരിട്ട് കേൾക്കുക, പക്ഷെ കണ്ണാരുടെയാ? ലോത്ത് അവന്റെ ഇഷ്ടമനുസരിച്ച് സമ്പന്നയുടെ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക്, തൻ്റെ കണ്ണിന് ഇഷ്ടമുള്ള ഇടത്തേക്ക് പോയി. അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്തു. ആ പോയ ഇടത്ത് ഇതാ ലോത്തിന് വൻ നഷ്ടമുണ്ടാകുക, ആക്രമണം ഉണ്ടാകുകയാണ്. തൻ്റെ ദൈവിക പദ്ധതിയിൽ നിന്ന് മാറിപ്പോയവനെ സഹായിക്കാൻ ദൈവിക പദ്ധതിയിൽ നിൽക്കുന്ന ഒരുവൻ മുന്നോട്ടിറങ്ങുക. അവനൊന്നും നന്നാവത്തില്ല, അവനെ സഹായിക്കുന്നതിലൊരു കാര്യമില്ല. അല്ല, പദ്ധതി വിട്ടവനെയും സഹായിക്കാൻ വേറൊരുത്തൻ കയറി വരൂ. അയമേ, എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ഹല്ലേലൂയ പറ. 12, 13, 14 അധ്യായങ്ങളിൽ അബ്രഹാം ദൈവത്തിന് കൊള്ളാകുന്നവനായി തെളിയപ്പെടുകയാണ്. ആ തെളിയപ്പെടുന്നവനോട് കൂട്ടായ്മ ആചരിക്കാൻ സ്വർഗത്തിനൊരു മടിയുമില്ല. നിങ്ങളെന്താ ആമേൻ പറയാത്തെ? നീ കൊള്ളാകുന്നവനായി തെളിയേണ്ടത് ആവശ്യമാണ്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വലുതായിട്ട് തോന്നുന്നുവെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ആഴത്തിലേക്ക് നിങ്ങളൊന്ന് കൊണ്ടുപോകാം. 17-ാം അധ്യായം 1-ാം വാക്യം വീണ്ടും എടുക്കാം. നമ്മൾ വായിച്ച സ്ഥലത്തേക്ക് ഒന്ന് തിരിച്ചു വരാം. 17-ാം അധ്യായം 1-ാം വാക്യം. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. എന്തുകൊണ്ട് ഈ 99 വയസ്സായപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നേ? ഇനി 15-ാം അധ്യായത്തിലേക്ക് വരാം. 15-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് ഇടപെട്ടത് എന്താണെന്നറിയോ? നിന്റെ ഭാര്യയ്ക്ക് തന്നെ കൊച്ചുണ്ടാവും. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു 16-ാം അധ്യായം വന്നു. 16-ാം അധ്യായം എത്തിയപ്പോൾ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി പറഞ്ഞു, എനിക്കൊരു വേലക്കാരിയുണ്ട്, എൻ്റെ ഗർഭം യഹോവ അടച്ചിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എൻ്റെ ഗർഭം യഹോവ അടച്ചിരിക്കുകയാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. അബ്രഹാമേ, ആരോടായി പറയുന്നേ? നിന്നോടാ. നിന്നോടെന്താ കഴിഞ്ഞ അധ്യായത്തിൽ ദൈവം പറഞ്ഞേ? നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഞാനൊരു കൊച്ചിനെ തരുമെന്നല്ലേ. എന്താ അവള് പറഞ്ഞപ്പോ അങ്ങനെ അല്ല എന്നൊന്ന് പറയാഞ്ഞേ? അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, അവള് പറഞ്ഞപ്പോൾ എന്താ അങ്ങനെ അല്ല എന്നൊന്ന് പറയാഞ്ഞേ? അല്ല എന്ന് പറഞ്ഞില്ല. സാറായിയുടെ വാക്ക് കേട്ട് ഹാഗാറിന്റെ അടുക്ക ചെന്നു, അവനൊരു കൊച്ചുണ്ടായി. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ. ഇസ്മായേൽ പിറന്നപ്പോ അബ്രഹാമിന് 86 വയസ്സ്. ആർ യു ലിസണിങ് ടു മീ? 86 വയസ്സ് മുതൽ 99 വയസ്സ് വരെ അബ്രഹാമിനോട് ദൈവം മിണ്ടിയത് കാണാനില്ല. നിങ്ങൾ ആരും ഒന്നും ഉണ്ടാകാത്ത അവിടെ? 86 വയസ്സ് മുതൽ 99 വയസ്സ് വരെ അബ്രഹാമിനോട് മിണ്ടിയിട്ടുണ്ടെങ്കിൽ ബൈബിളിലില്ല, റെക്കോർഡിക്കലില്ല. അതുകൊണ്ട് ദൈവം അബ്രഹാമിനോട് പിണങ്ങിയതാണോ? അല്ല എങ്കിൽ എന്തിനാ ഇങ്ങനെ എഴുതിയത്?
ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. എന്താ അബ്രഹാമേ, എവിടെ ഒരു പിഴവ് വന്നതുപോലെ സംസാരം? നിഷ്കളങ്കനായിരിക്കാൻ പറയാനുള്ള കാരണം എന്താ? അതിന് ഇംഗ്ലീഷ് വേർഷൻ വായിക്കാം. ഐ ആം ഗോഡ് ഓൾമൈറ്റി, വാക്ക് ബിഫോർ മീ, ബി ബ്ലെയിംലെസ് ആൻഡ് കംപ്ലീറ്റ്. എൻ്റെ സാന്നിധ്യത്തിൽ നിൽക്ക് അബ്രഹാമേ, എങ്കിൽ മാത്രമേ നീ കുറ്റമില്ലാത്തവനും പരിപൂർണനുമാകത്തുള്ളൂ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാം. അതിൻ്റെ അർത്ഥം അബ്രഹാം എവിടെയോ കുറ്റമുള്ളവനായതുപോലെ ആ വാചകത്തിനകത്ത് എവിടെയോ മങ്ങി നിൽക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവിക പദ്ധതിയിൽ നിന്ന് അബ്രഹാം അല്പം ഒന്ന് വ്യതിചലിച്ചു. ദൈവം അവനോട് പറയുക, നീ വ്യതിചലിച്ചാൽ നീ കുറ്റമിറ്റവനാകത്തില്ല, പരിപൂർണനാകത്തില്ല. തിരിച്ച് എൻ്റെ സന്നിധിയിൽ നിന്നാൽ നീ കുറ്റമറ്റവനും പരിപൂർണനുമാകുവാനിടയാകും. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാമോ? എത്തിയോ നിങ്ങൾ എൻ്റെ കൂടെ? പക്ഷെ ഇതൊന്നുമല്ല എൻ്റെ തലയിൽ കയറിയ ഗുഡ് ന്യൂസ്. കുറ്റമറ്റവനും പരിപൂർണനാകുമെന്നും അബ്രഹാമിനോട് ദൈവം പറയുന്നതിനൊക്കെ മുമ്പ് എനിക്ക് ദൈവത്തോട് ചോദിക്കാനുള്ളത്, വീണ്ടും ചെന്ന് അബ്രഹാമിനോട് മിണ്ടിയോ? സ്വർഗം പറയും, എടാ ഞാൻ ഒരുവനെ വിളിച്ചിട്ട് വഴി കളയത്തില്ല, ഞാൻ അവനോട് എന്തു പറഞ്ഞോ അത് നിവർത്തിക്കും. അവനെ കൊണ്ട് തന്നെ ഞാൻ നിവർത്തിക്കും. ഞാൻ അവനെ വിളിച്ച എന്തിനാണോ അത് തന്നെ അവനെ കൊണ്ട് ചെയ്തെടുക്കും, അത് തന്നെ ഞാൻ എത്തിക്കും. കുറച്ചു നാൾ ഞങ്ങൾക്ക് ബന്ധമില്ലായിരുന്നു എന്ന് ശരിയാ, പക്ഷേ ഞാൻ അബ്രഹാമിനെ എന്ത് ഉദ്ദേശത്തോടെ വിളിച്ചോ അത് വേറൊരാളിലൂടെ അല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്, എൻ്റെ മോൻ അബ്രഹാമിലൂടെയാ. ദൂത് നിങ്ങളോടാ. ദൈവം നിങ്ങളെ എന്ത് ഉദ്ദേശത്തോടെയാണോ വിളിച്ചത് അത് നിങ്ങളിലൂടെ ചെയ്തെടുക്കാതെ ജീസസ് വേൾഡ് ജോൺ ദാരുവേ നിന്നിലൂടെ ചെയ്തെടുക്കാതെ അവൻ അവസാനിപ്പിക്കത്തില്ല. വിശ്വസിക്കുന്നവർക്ക് തുള്ളിച്ചാടി ആമേൻ പറയാം. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്. അല്പമൊന്ന് വഴി മാറിപ്പോയെന്ന് ശരിയാ, പക്ഷെ അബ്രഹാമേ നീ എൻ്റെ സന്നിധി നിൽക്കണം. എന്നോട് ദൈവത്തിന് പറയണം, നീ എൻ്റെ സന്നിധി നിൽക്കണം. നിന്നെ കുറ്റമറ്റവനാക്കുകയും പരിപൂർണനുമാക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല. കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അങ്ങനൊന്ന് പറയാൻ സ്വർഗത്ത് നിന്ന് ഇറങ്ങി വന്ന വരവാണ് 17-ാം അധ്യായം. ഒരു ഹല്ലേലൂയ പറയാവോ? എൻ്റെ ഭാഷ പറഞ്ഞ ഒരു ദിവസം അബ്രഹാമിൻ്റെ മുറിക്കകത്തേക്ക് സ്വർഗം വന്നിട്ട് പറഞ്ഞു, അബ്രഹാമേ നീ എൻ്റെ പദ്ധതിയിൽ നിന്നൊന്ന് വഴിതെളിച്ചിട്ടുണ്ട്, പക്ഷെ നിന്നെ വിടാൻ എനിക്ക് ഉദ്ദേശമില്ല. എവിടെയാണോ ഞാൻ നിന്നെക്കുറിച്ച് ഉദ്ദേശിച്ചത് അത് ചെയ്തു തീർത്തിട്ടേ നിന്നെ ഞാൻ വിടത്തുള്ളൂ. അവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായിരിക്കുക. അടുത്ത വാചകം പറയണേക്കാൾ മുമ്പ് അബ്രഹാം ദൈവം മുമ്പാകെ കമണ്ണു വീണു. എൻ്റെ അർത്ഥം മനസ്സിലായോ? അവൻ നിരപാധികം സമ്മതിച്ചു, ഇനിയില്ല കർത്താവേ, ഇനി ഞാൻ എവിടേക്കും മാറത്തില്ല. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? ഈ പകൽ നിന്നോടുള്ള ചോദ്യം, അബ്രഹാം കമണ്ണു വീണതുപോലെ നിനക്കും ഈ പകലൊന്ന് വീഴാമെങ്കിൽ സ്വർഗത്തിന് നിന്നെക്കുറിച്ചുള്ള ഉദ്ദേശത്തെ തികച്ചെടുക്കാൻ ഈ പകൽ റെഡിയാ ദൈവം. ദൈവം നിന്നെ ഉപേക്ഷിച്ചത് കൊണ്ടല്ല ഈ പകൽ ഈ ഹോളിൽ നീ ഇരിക്കുന്നത്. ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള ഉദ്ദേശം ഇതുവരെ മാറ്റം വന്നുകൂടാത്തത് എന്നതുകൊണ്ടാണ് ഈ പകൽ നീ ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ കൂടെ എത്തിയവർക്ക് കൈയടിക്കാം. ദൈവം നിന്നെക്കുറിച്ച് ഉദ്ദേശിച്ച ഉദ്ദേശം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ലാത്തത് എന്നതുകൊണ്ടാണ് അവൻ നിന്നെ വീണ്ടും ഇവിടെ എത്തിച്ചതാണ്. വലിയ ഉദ്ദേശത്തോടെ, വലിയ പ്ലാനോടെ. എൻ്റെ കൂടെ എത്തിയവർ കൈയടിച്ചൊരു ആമേൻ പറയാം. അവനതിന് വിധേയപ്പെട്ടപ്പോ 18-ാം അധ്യായം തുടങ്ങുന്നത് അബ്രഹാമിനോട് പറയാതെ ഞാൻ ഇനി ഒന്നും ചെയ്യത്തില്ല. കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. 18-ാം അധ്യായം തുടങ്ങുന്നത് എങ്കിൽ
സ്വർഗത്തിൽ എനിക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട്. പക്ഷേ അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ടേ ഇനി ബാക്കി പരിപാടിയുള്ളൂ. സ്വർഗത്തിൽ നിന്ന് വിട്ട് ഭൂമിയിലേക്ക് വന്ന് അബ്രഹാമിന്റെ വീട്ടിനകത്ത് ഒരുമിച്ച് ആഹാരം കഴിക്കുന്ന സ്വർഗത്തെ കാണാം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. അബ്രഹാമിന്റെ വീട്ടിൽ ഒരുമിച്ച് ആഹാരം കഴിക്കുന്നത് മാത്രമല്ല, അബ്രഹാമിനോട് പറയുവാ, നിന്നോട് പറയാതെ ഇനി ഒന്നും ഞാൻ ചെയ്യത്തില്ല, ഇനി ഒന്നും ഞാൻ ചെയ്യത്തില്ല. ആഴമേറിയ ബന്ധമുണ്ടാകുന്ന ഒരു സമയത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകട്ടെ. ഈ ദിവസം ദൈവം നിങ്ങളും തമ്മിൽ ആഴമേറിയ റിലേഷൻ എഴുന്നേൽക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. എല്ലാവരും നിമിഷം എഴുന്നേറ്റ് നിന്നേ. ദൈവത്തോട് സ്വയം ഒന്ന് ചോദിച്ചേ, ഹൃദയത്തിൽ സ്വയം ഒന്ന് ചിന്തിച്ചേ, ഞാൻ എവിടെയാ കർത്താവിൽ നിന്ന് അകന്നുപോയേ? എവിടെയാ കമിഴ്ന്നു വീഴേണ്ടതെന്ന് തോന്നുന്നത് അവിടെ കമിഴ്ന്നു വീണാട്ടെ. യേശുവേ നന്ദി. യേശുവേ, അവന്റെ സന്നിധിയിലായിരുന്ന നിഷ്കളങ്കതയോടെ ആയിരിക്കണം. നന്ദി യേശുവേ. നിന്നോട് കർത്താവ് സംസാരിച്ചും തോന്നിയവർക്കായി സ്തോത്രം. ഞാൻ അബ്രഹാമിനെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, സ്വർഗം ഒരു സുഹൃത്തിനെ പോലെ, സ്നേഹിതനെ പോലെ അബ്രഹാമിനെ കണ്ടിരുന്നു. ആഴമേറിയൊരു ബന്ധം ഉണ്ടായിരുന്നു. എന്നെയും നിങ്ങളെയും അങ്ങനൊരു ബന്ധത്തിലേക്ക് സ്വർഗം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. നന്ദി യേശുവേ. പ്രിയ കർത്താവേ, ഞങ്ങളുടെ കൂട്ടായ്മ ഇന്ന് മുതൽ മാറട്ടെ. അപ്പാ, ഞങ്ങളുടെ ആത്മീയ നിലവാരം ഇന്ന് മുതൽ മാറട്ടെ. ഞങ്ങളുടെ ശുശ്രൂഷയുടെ നിലവാരം ഇന്ന് മുതൽ മാറട്ടെ. In Jesus' name.